നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാപാരത്തിൽ ഇന്ത്യയുടെ ഉറ്റചങ്കാണ് UAE. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം പുറത്തു വന്നത്. ഇന്ത്യയിൽ നിന്നും ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്നത് ഒരിടവേളയ്ക്ക് നിർത്തും എന്നതാണ് വാർത്ത. എന്നാലോ ഇതേറെ സാരമായി ബാധിച്ചത് UAE എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ ശക്തമായ താപനില വിളകളെ മോശമായി ബാധിക്കുകയുണ്ടായി. ഇതുമൂലം മെയ് 13 ഇന്ത്യയിൽ ഗോതമ്പ് കയറ്റുമതി നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഗോതമ്പിന്റെ പ്രാദേശിക വില റെക്കോർഡ് തലത്തിലേക്ക് ഉയരുകയും ചെയ്തിരിക്കുകയാണ്. ഇതുകൂടാതെ എങ്കിലും അടുത്ത ആഴ്ചകളിലേക്ക് ഇന്ത്യക്ക് ആവശ്യത്തിന് ഗോതമ്പ് സംഭരണമുണ്ടെന്നും ക്ഷാമമുണ്ടായിട്ടും മറ്റു രാജ്യങ്ങളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കാമെന്നും ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് UAE ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങൾ ഇന്ത്യ തങ്ങൾക്ക് ഗോതമ്പ് കയറ്റുമതി പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തുമെത്തി. എന്നാൽ ഇന്ത്യ തെരഞ്ഞെടുത്തത് മറ്റൊരു ഗൾഫ് രാഷ്ട്രത്തെയാണ്. അതെ, ഗോതമ്പ് നൽകാൻ ഇന്ത്യ തെരഞ്ഞെടുത്തത് കുവൈറ്റിനെയാണ്. കോവിഡ് കാലത്ത് ഓക്സിജൻ ഉൾപ്പെടെ അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാക്കിയ കുവൈറ്റിന് പ്രത്യുപകാരം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയ ഗോതമ്പ് ഉൾപ്പെടെ കുവൈറ്റിന് ആവശ്യമായ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധ അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിനോടുള്ള നന്ദി സൂചകമായി തന്നെ ഗോതമ്പ് കയറ്റുമതി നിരോധനത്തിൽ നിന്ന് രാജ്യത്തെ ഒഴിവാക്കാൻ ഇന്ത്യ തീരുമാനം എടുത്തതായാണ് റിപ്പോർട്ട്. കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രി ഫഹദ് അൽ ഷരിയാനുമായി കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഉറപ്പ് നൽകിയതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സമയത്ത് രാജ്യത്തെ ആശുപത്രികൾ നേരിട്ട ഓക്സിജൻ ക്ഷാമത്തിന് ആശ്വാസം പകരാൻ ഇന്ത്യയിലേക്ക് 215 മെട്രിക് ടൺ ഓക്സിജനും 1000-ലധികം സിലിണ്ടറുകളും കുവൈറ്റ് കയറ്റി അയച്ചിരുന്നു. അടിയന്തര ഘട്ടത്തിൽ രാജ്യത്തിനൊപ്പം നിന്ന കുവൈറ്റിനെ ഈ നിർണായക സമയത്ത് സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗോതമ്പ് കയറ്റുമതി നിരോധനത്തിൽ നിന്ന് രാജ്യത്തെ ഒഴിവാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഗോതമ്പ് കയറ്റുമതി നിരോധനം ഒഴിവാക്കുന്നതിന് പുറമെ തന്നെ കുവൈറ്റിന് വേണ്ട മറ്റു ഭക്ഷ്യസാധനങ്ങളും ലഭ്യമാക്കാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് അംബാസിഡർ അറിയിച്ചതായും അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്തു. യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഗോതമ്പ് ലഭ്യതയിൽ പ്രതിസന്ധി നേരിട്ട സമയത്താണ് രാജ്യത്ത് ഗോതമ്പിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം തടയുന്നതിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് ഗോതമ്പ് കയറ്റി അയക്കുന്നതിനെ നിരോധിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇത് കുവൈറ്റിൽ ഭക്ഷ്യ വിലക്കയറ്റത്തിന് കാരണമായി മാറിയിരുന്നു. കുവൈറ്റിൽ ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഗോതമ്പ് കയറ്റുമതി നിരോധനം നീക്കാനുള്ള ഇന്ത്യയുടെ വാഗ്ദാനം വന്നിരിക്കുന്നത്. രാജ്യത്ത് ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ ചില ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി നിരോധനം കുവൈറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപണിയിൽ ഉൽപ്പന്നങ്ങൾ പൂഴ്ത്തിവെച്ച് കൃത്രിമക്ഷാമവും അതുവഴി വിലക്കയറ്റവും ഉണ്ടാക്കുന്നവരെ കണ്ടെത്താൻ ശക്തമായ പരിശോധനകൾ കുവൈറ്റ് അധികൃതർ ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ കുവൈറ്റിനോടുള്ള ഇന്ത്യയുടെ ഈ കൈത്താങ്ങ് വളരെ വലുത് തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.